അഴിമതിയോട് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയില്ലെന്നും തമിഴ്നാടിനെ രാജ്യത്തിന് തന്നെ മാതൃകയാക്കുമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ചെന്നൈയിലെ സെന്റ് ജോർജ് കോട്ടയിൽ ആദ്യമായി ദേശീയ പതാക ഉയർത്തിയ ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി തന്റെ മന്ത്രിസഭയിലെ ആർക്കെതിരെയെങ്കിലും കൈക്കൂലി ആരോപണമോ അഴിമതിയോ തെളിഞ്ഞാൽ അവരെ ഉടനടി മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. അഴിമതി തുടച്ചു നീക്കുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യമെന്നും പൊതുജനങ്ങളുടെ പണത്തിൽ നിന്ന് ₹1 പോലും ദുരുപയോഗം ചെയ്യില്ലെന്നും അദ്ദേഹം ഉറപ്പു നൽകി. തമിഴ്നാടിനെ സുതാര്യവും അഴിമതിമുക്തവുമായ ഭരണത്തിലൂടെ ആഗോളതലത്തിൽ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന ഒരു മാതൃകാ സംസ്ഥാനമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോകമെമ്പാടുമുള്ള തമിഴ് ജനതയോടൊപ്പം യുവതലമുറയ്ക്കും മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിൽ പ്രത്യേക വണക്കമർപ്പിച്ചു. ജാതി മത പണക്കൊഴുപ്പുകളെ തള്ളിക്കളഞ്ഞ് തനിക്ക് വലിയ പിന്തുണ നൽകിയ തമിഴ്നാട്ടിലെ ജനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. ജാതി മത ചിന്തകൾക്കതീതമായി ജനങ്ങൾ ഒന്നിക്കുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഭരണപരമായ കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരുമായി സഹകരിച്ചു പോകുമെന്നും എന്നാൽ സംസ്ഥാനത്തിന്റെ അവകാശങ്ങളെ ഹനിക്കുന്ന നയങ്ങളെ ശക്തമായി എതിർക്കുമെന്നും വിജയ് വ്യക്തമാക്കി. കർഷകരുടെ കടം എഴുതിത്തള്ളൽ, ജനപ്രിയ പ്രഭാത ഭക്ഷണ പദ്ധതിയുടെ വിപുലീകരണം, ഭിന്നശേഷിക്കാരായ മുൻ സൈനികരുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പ്രതിമാസ സഹായധനം വർദ്ധിപ്പിക്കൽ തുടങ്ങിയ ക്ഷേമ പ്രവർത്തനങ്ങൾ തന്റെ സർക്കാർ തുടരുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. അധികാരമേറ്റെടുത്ത് 3 മാസത്തിനുള്ളിൽ 5000 കോടിയിലേറെ രൂപയുടെ കാർഷിക വായ്പ ടി.വി.കെ. സർക്കാർ എഴുതിത്തള്ളി. കർഷകർക്കും ആരോഗ്യമേഖലയിലും നിർണായക പദ്ധതികൾ കൊണ്ടുവന്നു. സ്വർണ്ണ സമ്മാന പദ്ധതി, ടാസ്മാക് കടകൾ അടച്ചുപൂട്ടൽ, റവന്യൂ വകുപ്പിലെ പരിഷ്കരണം, സർട്ടിഫിക്കറ്റുകളുടെ വേഗത്തിലുള്ള വിതരണം, പൊതുഗതാഗതത്തിനായി 300 ബസ്സുകൾ എന്നിവയും വിജയ് എടുത്തുകാട്ടി. എല്ലാ മനുഷ്യർക്കും അന്തസ്സോടെയും അഭിമാനത്തോടെയും തുല്യാവകാശങ്ങൾ അനുഭവിച്ചും സ്വയം നിർണയാവകാശത്തോടെയും ജീവിക്കാൻ കഴിയുന്ന നാടാണ് തന്റെ സ്വപ്നമെന്നും അതിനായി താനും തന്റെ സർക്കാരും പ്രവർത്തിക്കുമെന്നും വിജയ് കൂട്ടിച്ചേർത്തു. അധികാരമേറ്റെടുത്ത 3 മാസത്തിനുള്ളിൽ 5000 കോടിയിലേറെ രൂപയുടെ കാർഷിക വായ്പ ടി.വി.കെ. സർക്കാർ എഴുതിത്തള്ളി. കർഷകർക്കും ആരോഗ്യമേഖലയിലും നിർണായക പദ്ധതികളും കൊണ്ടുവന്നിട്ടുണ്ട്. പൊതുഗതാഗതത്തിനായി 300 ബസ്സുകൾ എന്നിവയും വിജയ് എടുത്തുകാട്ടി. എല്ലാ മനുഷ്യർക്കും അന്തസ്സോടെയും അഭിമാനത്തോടെയും തുല്യാവകാശങ്ങൾ അനുഭവിച്ചും സ്വയം നിർണയാവകാശത്തോടെയും ജീവിക്കാൻ കഴിയുന്ന നാടാണ് തന്റെ സ്വപ്നമെന്നും അതിനായി താനും തന്റെ സർക്കാരും പ്രവർത്തിക്കുമെന്നും വിജയ് കൂട്ടിച്ചേർത്തു. കൂടാതെ ജനങ്ങളുടെ ക്ഷേമം കണക്കിലെടുത്ത മുൻ സർക്കാരുകൾ കൊണ്ടുവന്ന പദ്ധതികൾ തുടരും. ജയലളിത കൊണ്ടുവന്ന അമ്മ ക്യാന്റീൻ പദ്ധതി, പ്രഭാത ഭക്ഷണ പദ്ധതി എന്നിവ കൂടുതൽ വികസിപ്പിക്കും. 6ാം ക്ലാസ് വരെയുണ്ടായിരുന്ന പ്രഭാത ഭക്ഷണ പദ്ധതി 8ാം ക്ലാസ് വരെയാക്കി സെപ്റ്റംബർ 16 മുതൽ തുടരും. നിങ്ങളുടെ ഈ സർക്കാർ നിലവിൽ വന്നിട്ട് 3 മാസമാകുന്നു. ഈ 3 മാസത്തിനുള്ളിൽ കർഷകരുടെ വിളവായ്പ 5000 കോടിയിലേറെ രൂപ എഴുതിത്തള്ളി. കാർഷിക പദ്ധതികൾക്കായി 134 കോടിയിലേറെ രൂപ നൽകി. കേന്ദ്ര സർക്കാർ ഫണ്ട് കാര്യക്ഷമമായി വിനിയോഗിച്ചു. ആരോഗ്യ മേഖലയിൽ AI ആപ്പ് കൊണ്ടുവന്നു. 300 പുതിയ ബസ്സുകൾ അനുവദിച്ചു. സ്വർണ്ണ സമ്മാന പദ്ധതി നടപ്പിലാക്കി. മദ്യപാനം നിരുത്സാഹപ്പെടുത്താൻ 717 ടാസ്മാക് കടകൾ അടച്ചുപൂട്ടി. ക്ഷേത്രഭൂമികൾ അളന്ന് തിട്ടപ്പെടുത്തി. റവന്യൂ വകുപ്പിൽ നിന്ന് 15 ദിവസത്തിനകം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യാൻ തുടങ്ങി. കൈക്കൂലിയെക്കുറിച്ച് പരാതിപ്പെടാൻ പുതിയ വാട്സ്ആപ്പ് നമ്പർ കൊണ്ടുവന്നു. ധീരന്മാർ ജീവൻ ബലികഴിച്ച് നേടിത്തന്ന സ്വാതന്ത്ര്യം ചിലർക്കു മാത്രമല്ല എല്ലാവർക്കും അന്തസ്സോടെയും തുല്യാവകാശങ്ങളുടെയും വോട്ടവകാശത്തോടെയും ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണമെന്നാണ് ആഗ്രഹമെന്നും അത് നിറവേറ്റുകയാണ് ലക്ഷ്യമെന്നും വിജയ് പറഞ്ഞു. ജനങ്ങളുടെ പിന്തുണയോടെ രാജ്യത്തെ ഏറ്റവും മികച്ച മാതൃകാ സംസ്ഥാനമാക്കി തമിഴ്നാടെ മാറ്റുകയാണ് ലക്ഷ്യം. 2036 തമിഴ്നാടിന്റെ സമ്പദ് വ്യവസ്ഥയെ ലോകരാജ്യങ്ങളോട് കിടപിടിക്കാൻ ശേഷിയുള്ളതാക്കി $1.5 ട്രില്യൺ ആക്കി മാറ്റുമെന്നും താൻ പ്രതിജ്ഞ ചെയ്യുന്നുവെന്നും വിജയ് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞു. സൈനികരുടെ 2 പെൺമക്കൾക്കുള്ള വിവാഹധന സഹായം 25,000 രൂപയിൽ നിന്ന് 50,000 രൂപയാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തു. സൈനിക സേവനത്തിനിടെ ശാരീരിക വൈകല്യം സംഭവിച്ചവർക്കുള്ള പ്രതിമാസ സഹായം 5,000 രൂപയിൽ നിന്ന് 7,000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള പെൻഷൻ 23,000 രൂപയാക്കി വർദ്ധിപ്പിക്കും. ഇവരുടെ കുടുംബങ്ങൾക്കുള്ള പ്രതിമാസ പെൻഷൻ 12,500 രൂപയാക്കുമെന്നും സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വിജയ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.